കേരള സ്റ്റേറ്റ് സിലബസിലെ ഈ വർഷം മാറ്റം വന്നിട്ടുള്ള പുതിയ 10ാം ക്ലാസ്സിലെ ICT ടെക്സ്റ്റ് ബുക്കിലെ പ്രാക്ടിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ കണ്ടതിന് ശേഷം ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. OS 22.04 ഇൻ്റർഫേസൊക്കെ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഷോ ആപ്ലിക്കേഷൻസ് എന്നുള്ള 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇങ്സ്കേപ്പ് ഓപ്പൺ ചെയ്യാൻ അവിടെ സെർച്ച് ചെയ്ത് ഇങ്സ്കേപ്പ് ക്ലിക്ക് ചെയ്യാം. അതിൽ ഇങ്സ്കേപ്പ് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അതൊക്കെ ജസ്റ്റ് സേവ് ചെയ്ത് പോയാൽ മതി. ന്യൂ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ തുറന്നു വരുന്ന ഇങ്സ്കേപ്പിൽ നമ്മൾ ആദ്യം കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടത് പ്രധാനപ്പെട്ട ടൂൾസാണ്. അതിന് മുൻപായിട്ട് എന്താണ് പേജ്, അതുമാതിരി തന്നെ ക്യാൻവാസ് എന്താണെന്നൊക്കെ ഒന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഈ ക്യാൻവാസിൻ്റെ വലുപ്പം ക്രമീകരിക്കാൻ നേരെ ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് വിഡ്ത്തും ഹൈറ്റും ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ക്യാൻവാസിൻ്റെ വലുപ്പം ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 350 വിഡ്ത്ത്, അതുമാതിരി തന്നെ ഹൈറ്റ് എന്നുള്ളത് ഒരു 150 കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ ചെയ്യാം. അതോടുകൂടി ആ ക്യാൻവാസിൻ്റെ വലുപ്പത്തിന് വ്യത്യാസം വന്നത് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഇനി അതല്ല, ഈ ബോർഡർ, പേജ് ബോർഡർ പൂർണ്ണമായും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ ഷോ പേജ് ബോർഡർ എന്നുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് വിവിധ ടൂളുകൾ പരിചയപ്പെടാം. അതിലാദ്യമായി റെക്റ്റാങ്കിൾ ടൂള്. ഈ റെക്റ്റാങ്കിൾ ടൂള് ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ ഡ്രാഗ് ചെയ്യണതോടുകൂടി നമുക്ക് ആവശ്യാനുസരണമുള്ള ചതുരങ്ങൾ വരയ്ക്കാം. അതിൻ്റെ താഴെയുള്ള കളർ പാലറ്റിൽ നിന്ന് കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ, ചതുരങ്ങൾ മാത്രമല്ല ഏത് രൂപമായാലും സെൻറ്ററിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ മുകളിൽ നടുക്ക് വശത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറ്റാനും സാധിക്കും. സർക്കിൾ ടൂൾ പരിചയപ്പെടാം. നേരത്തെ റെക്റ്റാങ്കിൾ വരച്ച അതേ രീതിയിൽ ടൂൾ ബോക്സിൽ നിന്ന് സർക്കിൾ ടൂൾ എടുത്ത് സ്ക്രീനിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾ വരയ്ക്കാവുന്നതാണ്. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു അർദ്ധവൃത്തമാണ് വേണ്ടതെങ്കിൽ 2 രീതിയിൽ അർദ്ധവൃത്തം വരയ്ക്കാം. ഒന്ന് മുകളിൽ നിന്ന് താഴേക്കുള്ള ഭാഗം, അതായത് അപ്പോൾ അതിന് നമ്മൾ സ്റ്റാർട്ട് പോയിൻ്റ് എന്നുള്ളിടത്ത് 180 കൊടുക്കുക. എന്നിട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്നുള്ള പകുതി അർദ്ധവൃത്തമായിട്ട് ലഭിക്കും. ഇനി അതല്ല നേരെ തല തിരിഞ്ഞ അർദ്ധവൃത്തമാണ് വേണ്ടതെങ്കിൽ സ്റ്റാർട്ട് 0 തന്നെ, എൻഡ് എന്നുള്ളിടത്ത് 180 കൊടുത്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് തല കീഴായിട്ടുള്ള അർദ്ധവൃത്തവും വരയ്ക്കാൻ സാധിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അർദ്ധവൃത്തത്തിൻ്റെ സെൻറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പൊസിഷൻ ഏത് രീതിയിലാണ് വേണ്ടതെങ്കിൽ നമുക്കത് മാറ്റാൻ സാധിക്കും. അടുത്ത 2 ടൂളുകൾ നമുക്ക് 10th സിലബസിൽ വരുന്നില്ല. 3D ബോക്സ് ടൂള് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അതുമാതിരി സ്പൈറൽസ് വരയ്ക്കാനുള്ള സ്പൈറൽ ടൂളും. ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത ടൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ബേസിയർ ടൂൾ. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസും ആ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിഫറെൻറ്റ് ഷേപ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ പോയിന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഒരു ന്യൂറോൺ ആണ് വരയ്ക്കേണ്ടതെങ്കിൽ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ വെച്ച് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കതിന് കളർ ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഒരു ന്യൂറോണാണ് വരയ്ക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ സൈഡിലെ ഷേപ്സ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോഡ് ടൂള്, സെക്കൻഡ് വൺ, ടൂൾ ബോക്സിലെ സെക്കൻഡ് വൺ നോഡ് ടൂളാണ്. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ലൈനാണോ കർവ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അത് ഉള്ളിലേക്കായാലും, ഞാനിപ്പോൾ ന്യൂറോൺ വരയ്ക്കൊണ്ടാണ് ഉള്ളിലേക്ക് കർവ് ചെയ്യുന്നത്. അതല്ല, നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ആ ലൈനിനെ വളയ്ക്കേണ്ടതെങ്കിൽ ഈ നോട്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ വളയ്ക്കാൻ സാധിക്കും. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഫ്രീ ഹാൻഡ് ലൈൻ ടൂൾ അല്ലെങ്കിൽ പെൻസിൽ ടൂൾ.
ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണോ ഒരു പെൻസിൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു പെൻസിൽ കൊണ്ട് എങ്ങനെയാണോ നമ്മൾ ചിത്രം വരയ്ക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. അതിന് വിളിക്കുന്ന പേരാണ് ഫ്രീ ഹാൻഡ് ലൈൻ ടൂൾ അല്ലെങ്കിൽ പെൻസിൽ ടൂൾ എന്ന് പറയാം. ഇനി അടുത്തത് ബ്രഷ് ടൂളാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീതിയുള്ള വരകൾ വരയ്ക്കാൻ സാധിക്കും. അതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. കളർ പാലറ്റിൽ നിന്നാണ് എല്ലാം കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ടൊരു ടൂളാണ് ടെക്സ്റ്റ് ടൂള്. അതായത് നമുക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ അക്ഷരങ്ങളും വാക്കുകളൊക്കെ ടൈപ്പ് ചെയ്യാനുള്ളതാണ്. ഈ ടൂളിലെ എ എന്നുള്ള ആൽഫബറ്റിൽ ടൂൾ ബോക്സിലെ എ എന്നുള്ള ആൽഫബറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് വാക്കാണോ വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സൈസ് കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് ഓപ്ഷൻസ് കൂടിയുണ്ട്. കളർ ചേഞ്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ കളർ പാലറ്റിൽ നിന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ആ ടെക്സ്റ്റിൻ്റെ ഫോമാറ്റൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് മെയിനായിട്ട് 1-2 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ബോൾഡ്, ഇറ്റാലിക്സ് ആക്കുക, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അത് നേരെ ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ കൊടുത്ത് നേരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനും സാധിക്കും. രീതിയിൽ ഫോണ്ട് ഫാമിലിയും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഏത് ഫോണ്ടാണ് വേണ്ടതെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് ഗ്രേഡിയൻറ്റ് ടൂളാണ്. അതായത് ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ നിഴൽ കൊടുക്കാൻ. ഇപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു, റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഗ്രേഡിയൻറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. മുകളിൽ 3 ടൈപ്പ് വരുന്നുണ്ട്. 2 എണ്ണമാണ് നമുക്കത് പരിചയപ്പെടാനുള്ള പഠിക്കാനുള്ളത്. അതിലാദ്യത്തെ ലീനിയർ ഗ്രേഡിയൻ്റാണ്. ലീനിയർ ഗ്രേഡിയൻറ്റ് സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് ഒരു സിലിണ്ടറോ പൈപ്പ് പോലെയുള്ള അത്തരത്തിലുള്ള നിഴൽ കൊടുക്കാൻ അല്ലെങ്കിൽ ഷെയ്ഡ് കൊടുക്കാനാണ്. ഇപ്പോൾ എപ്പോഴും റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഇതിനൊക്കെ നമ്മൾ നിഴൽ കൊടുക്കേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മൾ ലീനിയർ ഗ്രേഡിയൻ്റ് ഉപയോഗിക്കുക. ഇത് വെച്ച് നമുക്ക് ആ നിഴലിനെ എങ്ങോട്ട് വേണമെങ്കിൽ വലിച്ചു നീക്കാം. അതിൽ കളറിൽ ചേഞ്ച് കൊടുക്കാം. അതിൻ്റെ നമ്മൾ ഗ്രേഡിയൻറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന 2 പോയിൻറ്റുകളെയാണ് വിളിക്കുന്നത് നോഡ്. ആ നോഡിൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഏത് കളറിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ഇനി ഒരു വൃത്തത്തിനാണ് നിഴൽ കൊടുക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ തന്നെ വൃത്തം വരച്ചു, അതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഗ്രേഡിയൻറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള റേഡിയൽ ഗ്രേഡിയൻ്റ്, അതായത് ഒരു വൃത്താകൃതിയിലുള്ള നിഴൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് സെൻറ്റർ പോയിൻറ്റിൽ വൈറ്റ് കളർ കൊടുക്കുന്നു. അത് നമുക്ക് ഏത് രീതിയിൽ ഏത് കളറാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഏതെങ്കിലും എൻ നോഡിൽ നമ്മൾ ആദ്യത്തെ വൃത്തത്തിന് കൊടുത്ത് അതേ കളർ തന്നെ കൊടുക്കുക. ഈ നിഴലിനെ അല്ലെങ്കിൽ ഷെയ്ഡ് നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് നീക്കി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഇവിടെ ആദ്യം ഒരു ചതുരം വരയ്ക്കുന്നു. ആ ചതുരത്തിനെ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വിൻഡോ റൈറ്റ് സൈഡിൽ വരും. അതിൽ നമ്മൾ ഫിൽ എന്നുള്ളിടത്താണ് സെലക്ഷനെങ്കിൽ അതിൽ നോ പെയിൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് പോകും. അതിൽ നമ്മൾ ഫിൽ പെയിൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏത് കളർ വേണമെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി അതല്ല സ്ട്രോക്കാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടെങ്കിൽ സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. സ്ട്രോക്ക് സ്റ്റൈല് എത്രയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് കൂട്ടിക്കൊടുക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ബോർഡർ ലൈനും ഫിൽ എന്ന് പറയുന്നത് ഉൾഭാഗവുമാണ്. അടുത്തതായിട്ട് ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ബ്ലർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിലുള്ള നമ്മളിപ്പോൾ വരച്ച ഒരു റെക്റ്റാങ്കിൾ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. അതിൽ ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വരുന്ന വിൻഡോയിൽ തന്നെ ബ്ലർ കാണാൻ സാധിക്കും. അതിൽ ബ്ലറിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ കൂട്ടി കൊടുക്കും തോറും ആ ഒബ്ജക്റ്റ് ഇങ്ങനെ നമുക്ക് ചില പോസ്റ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ ചില ഒബ്ജക്റ്റുകൾ ഇങ്ങനെ മങ്ങിയതായിട്ട് കാണിക്കേണ്ട ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടാണ് ബ്ലർ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ടൂളുകളെല്ലാം നമ്മൾ ഇങ്ക്സ്കേപ്പിൽ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഓരോ വർക്കുകളും ഇതിന് തുടർച്ചയായിട്ടുള്ള ഓരോ വീഡിയോയിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് കൂടുതൽ ടൂളുകളും കൂടുതൽ ഓപ്ഷൻസൊക്കെ ആ സമയത്ത് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതിന് തുടർച്ചയായി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കൃത്യമായി ലഭിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.